ഞാൻ പിൻറ്ററസ്റ്റിൽ വെറുതെ തോണ്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ ആർട്ട് കണ്ടത്. ഇതിലിവർ പറയുന്നത് നമ്മുടെ സാധാരണ ലീഫ് വെച്ചിട്ട് നമുക്ക് ബട്ടർഫ്ലൈൻ്റെ വിങ്സ് ആർട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്, അതായത് പെയിൻറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പേപ്പർ എടുത്തിട്ട് അതിൽ ബട്ടർഫ്ലൈൻ്റെ ഔട്ട്ലൈൻ ഒരു പെൻസിൽ വെച്ച് വരച്ചെടുക്കുകയാണേ. അത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, അത് ഈസി അല്ലേ, നമുക്ക് ബട്ടർഫ്ലൈൻ്റെ ബോഡി വരയ്ക്കാൻ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതൊന്ന് വരച്ചു കൊടുക്കുകയാണ്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വലുതായിട്ടൊന്നും വരയ്ക്കാൻ അറിയില്ലെങ്കിലും ബട്ടർഫ്ലൈസൊക്കെ എല്ലാവർക്കും നന്നായിട്ട് വരയ്ക്കാൻ അറിയായിരിക്കും. എനിക്കും കൂടുതലും ബട്ടർഫ്ലൈസ് ആണ് കേട്ടോ ഞാനും കൂടുതൽ വരച്ചിട്ടുള്ളത്. സാധാരണ വീട്, മരം, മല അതൊക്കെയാണ് കൂടുതലും വരയ്ക്കാറ്. പക്ഷേ ബട്ടർഫ്ലൈസിനെ ഒരുപാട് വരച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബട്ടർഫ്ലൈസ് വരയ്ക്കാനും എനിക്കത് ഒത്തിരി ഇഷ്ടമാണ്, ഈസിയാണ്. അപ്പോൾ പെൻസിലിൻ്റെ വരച്ചതിൻ്റെ ഔട്ട്ലൈനിന് മുകളിൽ കൂടെ നമുക്കൊരു ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ടും കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി ആ വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് 2 ഇല വേണം. എൻ്റെ വീട്ടിൽ ആകെയുള്ളത് ചെമ്പരത്തി പൂവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇല എനിക്ക് ഈസി ആയിട്ട് കിട്ടുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്താ, പെയിൻറ് എടുക്കുക, അടിക്കുക. ഞാൻ റെഡും ബ്ലാക്കും ഉള്ള കോമ്പിനേഷനിലാണ് കേട്ടോ പെയിൻറ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ബോഡീൻ്റെ പാർട്ടിൽ കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. ഞാൻ രണ്ടാമത്തെ ഇലയിലും ഈ സെയിം കളർ, അതായത് റെഡും ബ്ലാക്കും വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പെയിൻറ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത്രയും നേരം ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് ആ വീഡിയോയിൽ കണ്ട പോലെ തന്നെ കറക്റ്റിന് കിട്ടുമെന്നാണ് കേട്ടോ. പക്ഷേ നിങ്ങളിത് കണ്ടോ? ഇത് നോക്കിക്ക്, ആ ഇലയിൽ ഫുള്ള് പേപ്പറും പറഞ്ഞു വന്നു ഗൈസ്. എനിക്ക് നല്ല വിഷമമായി, കാരണം ഞാൻ നല്ല രീതിയിൽ ആവുമെന്ന് പറഞ്ഞ് ചെയ്തൊരു സാധനമാണ്. മറ്റേ ഇല നോക്കിയപ്പോഴത്തേക്കും അത് കുഴപ്പമില്ല. പക്ഷെ എന്നാലും അത് അവിടെ അവിടെയൊക്കെ ആയിട്ട് പെയിൻറ്റിങ് ഒക്കെ ഒന്നും കംപ്ലീറ്റ് ആവാതെ ഉണ്ട്. പിന്നെ ഞാൻ ബ്രഷ് എടുത്തിട്ട് ആ റെഡ് കളർ പറഞ്ഞു പോയ സ്ഥലത്തെല്ലാം വരച്ചു കൊടുത്തു. അത് വീണ്ടും കൊളായി. ഇത് ഞാൻ ചെയ്തതിൻ്റെ പ്രശ്നമാണോ, അത് ഈ പെയിൻറ്റിൻ്റെ പ്രശ്നമാണോ, ഈ പേപ്പറിൻ്റെ പ്രശ്നമാണോ, ഒന്നും എനിക്കറിയത്തില്ല. നിങ്ങളിത് കണ്ടോ, ആ ഇലയിൽ പകുതി പേപ്പർ ആ ഇലയിൽ തന്നെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ആർട്ട് എന്തായാലും ഫെയിലായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.